റൊണാൾഡോക്ക് ഒരു മാച്ച് ബാൻ കിട്ടിയ ടോപ്പിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ മെസ്സിയുടെ ചാൻഡ് വെച്ചപ്പോൾ അവനൊരു അനാവശ്യമായ അൺനെസസറി ആയിട്ടുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കാണിച്ചെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചൈൽഡിഷോ അഡൽട്ടിഷോ? അല്ല, റിയാക്റ്റീവായിട്ട് കുട്ടികളെ പോലെ കളിച്ച പോലെ എനിക്ക് തോന്നി. അതാണ് ഞാൻ ചൈൽഡിഷ് എന്ന് പറഞ്ഞത്, അല്ലാതെ നീ ഉദ്ദേശിച്ചല്ല. ഇതൊക്കെ അതിനൊക്കെ ആ ഒരു സ്പിരിറ്റിലെടുത്ത് ഇതാക്കല്ലേ വേണ്ടത്. അതൊരു ആ ഒരു സമയത്തെ ഇമോഷൻ കാരണം പുള്ളി ഒരു ജസ്റ്റർ ചെയ്തു. അതിനുള്ളൊരു ബാലൻസ് ആൾക്ക് കിട്ടി, അതവിടെ കഴിഞ്ഞു. അത് മാത്രല്ലടാ, ലൈക്ക് അങ്ങനെ മാത്രം എനിക്ക് കാണാൻ പറ്റും എന്നൊക്കെ തോന്നില്ല. ലൈക്ക് ഇത് നമ്മള് കുട്ടികൾ കാണുന്ന ഒരു സ്പോർട്ടാണ്. കുറെ പേര് ഇതാക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആൻഡ് സൗദിനെ പറ്റി പറയുന്നത് കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സൗദി. കുറച്ചുകൂടി ഇപ്പൊ അങ്ങനെ ആണോന്ന് എനിക്ക് അറിയാൻ പാടില്ല എങ്കിൽ കൂടി. സോ ആ ഒരു സ്പിയറിൽ നോക്കുമ്പോഴും ഒരു ഈ ഫുട്ബോളേഴ്സ് എന്നുള്ള രീതിക്ക് ആ പ്ലേയേഴ്സ് എന്നുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് അവർ നിൽക്കുന്ന കൺട്രിക്കാണെങ്കിലും അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിന് ഒരു കുറച്ചുകൂടി ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ആ ഒരു സമയത്ത് റൊണാൾഡോ ആ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ അത് കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് തോന്നി. അല്ല, മണവാളം പറഞ്ഞോട് എനിക്കും അങ്ങനെ മൊത്തത്തിൽ യോജിക്കാൻ പറ്റില്ല. കാരണം ജസ്റ്റ് സൗദി ആയതുകൊണ്ട് മാത്രമല്ല, ഇത്രയൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരാള്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാള് പലർക്കും, അതായത് നമ്മൾ സംസാരിക്കുന്ന വെറും 1000 10,000 പേരൊന്നുമല്ല, ലക്ഷങ്ങളും കോടികളും ആയ ആൾക്കാർ ആരാധിക്കുന്നതും കാണുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു റോൾ മോഡലായ ഒരു ഐഡിയൽ പോലത്തെ ഒരു ആള് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു വളരെ മോശമായ ഒരു ജസ്റ്റർ കാണിക്കുമ്പോൾ അത് ക്രിട്ടിസൈസ് ചെയ്യണം, അതിന് പറ്റിയ പണിഷ്മെന്റ് കൊടുക്കണം. ഐ മീൻ, ബാനിനോട് എനിക്ക് എതിരായിട്ടൊന്നും പറയാനില്ല, അത് ഡെഫിനറ്റ്ലി കൊടുക്കണം. പക്ഷെ എനിക്കതിൽ ഒരു കാര്യം മാത്രമേ എതിർക്കാനുള്ളൂ. ഇതേ ഒരു തരം ജസ്റ്റർ എമി മാർട്ടിനസ്, നമ്മുടെ അർജന്റീനയുടെ ഗോൾ കീപ്പർ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, മറ്റേ ഗോൾഡൻ ഗ്ലൗ ജയിച്ചല്ലോ വേൾഡ് കപ്പില് ഖത്തറില്. ആ ടൈമിൽ അങ്ങേരും ഇതേപോലെ മറ്റേ അവാർഡ് കിട്ടിയപ്പോ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചത് ഓർമ്മയില്ലേ, മോക്ക് ചെയ്തത്. എന്തോ ഫ്രാൻസിനെതിരെയുള്ള ദേഷ്യം തീർക്കാനാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നീട് എക്സ്പ്ലനേഷൻ കൊടുത്തു. പക്ഷെ അന്ന് അയാൾ ചെയ്തതിന് മാത്രം ഒരു പണിഷ്മെന്റോ ബാനോ ഒരു തേങ്ങയില്ല. അത് ഖത്തറിലായിരുന്നു, അതും ഇതുപോലത്തെ കൺട്രിയിൽ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വേൾഡ് കപ്പിൽ, ലൈക്ക് ദ ഹയസ്റ്റ് കോമ്പറ്റീഷൻ ഇൻ വേൾഡ് ഫുട്ബോൾ, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് ഈ ഓരോരോ അതോറിറ്റി ഈ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് എമി മാർട്ടിനസിന് കൊടുത്തത് ലൈക്ക് അത് ജസ്റ്റ് ന്യൂസിൽ വന്നു, ന്യൂസായി, അവനെന്തോ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു. ഫ്രാൻസിന് പ്ലേയേഴ്സിനെതിരെയോ അതോ ഫാൻസിനെതിരെ എന്തോ ദേഷ്യം വന്നിട്ട് അവൻ പറഞ്ഞു ചെയ്തതാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ലിയണൽ സ്കലോണിയും പറഞ്ഞു, ഹെഡ് കോച്ച് പറഞ്ഞു എമി മാർട്ടിനസ് ഭയങ്കര നല്ല ആളാണ്, ഹീസ് എ ഗുഡ് ഗായ്, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷെ അന്ന് അയാൾക്ക് ഒരു ബാനോ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. സോ അത് മാത്രമേ എനിക്ക് യോജിക്കാൻ പറ്റില്ല. ബട്ട് റൊണാൾഡോന് കൊടുക്കേണ്ട പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം, അത് ചെയ്തത് തെറ്റ് തന്നെയാണ്.